ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയും കൂടി കണിച്ചുകുളങ്ങര അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് നല്ല സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. വീട്ടിൽ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് അമ്മ നമുക്കിന്ന് അമ്പലത്തിൽ പോയില്ലേന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇവിടുത്തെ പരിപാടീസും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എൻ്റെ പഴയ ധാവണിയൊക്കെ ചുറ്റി അങ്ങനെ ദേ വന്നിരിക്കുകയാണ്. ഗെറ്റപ്പാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാവണി സാരിയൊക്കെ ഭയങ്കരമായിട്ട് ഷൂട്ട് ആവുന്നുണ്ട്, മറ്റു ഡ്രസ്സ് അത്ര ഡ്രസ്സില്ല എന്നൊക്കെ. കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ചിക്കരക്കുട്ടികൾ ആരാണെന്നുള്ളത്. ആ അമ്പലത്തിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് കണിച്ചുകുളങ്ങര അമ്പലം. ഇവിടെയാണ് ചിക്കരക്കുട്ടികൾ ഉള്ളത്. അപ്പോൾ ഈ റെഡ് തലക്കെട്ടൊക്കെ കെട്ടിട്ടുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കുട്ടികളെ പറയുന്നതാണ് കേട്ടോ ചിക്കരക്കുട്ടികളെന്ന് പറയുന്നത്. ഈ അമ്പലത്തിന്റെ സൈഡ് വ്യൂ ആണ് ഇത് ഈ കാണുന്നത്. അത്യാവശ്യം വലിയൊരു അമ്പലം തന്നെയാണ് കേട്ടോ. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് +1 +2 ഒക്കെ പഠിച്ചിട്ടുള്ളത് ഈ കണിച്ചുല അമ്പലത്തിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു സ്കൂളാണ് കേട്ടോ. കണിച്ചുലങ്ങര സ്കൂൾ എന്ന് പറയും. അമ്പലത്തിന്റെ അറ്റ്മോസ്ഫിയർ ഇഷ്ടമായതുകൊണ്ട് തന്നെ അമ്മയോട് കുറച്ച് വീഡിയോസ് എടുത്തരോ ചോദിച്ചപ്പോൾ അതെ അമ്മ എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. സത്യമായിട്ടും ഗൈസ് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. അമ്മ ക്യാമറയും കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഞാൻ നടന്നു പോകുന്ന വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ അമ്മ ക്യാമറയും കൊണ്ട് എൻ്റെ കൂടെ വന്നു ഗൈസ്. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മ എടുത്തു തന്നല്ലോ എന്നുള്ളതിനൊരു സന്തോഷം മാത്രം. അതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചുറ്റിപ്പാറി നടക്കുന്നുണ്ട്. നമ്മൾ ഒന്നും മേടിക്കുന്നില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈ കുട്ടികളിൽ ഏതെങ്കിലുമൊക്കെ കുട്ടി നമ്മൾ അറിയുന്ന കുട്ടികളായിരിക്കും കേട്ടോ. അമ്മ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അമ്മ അവിടുത്തെ സ്കൂളിലെ കുട്ടികളൊക്കെ കാണാൻ ഈ ഒരു കുട്ടീനെ കണ്ടുപിടിച്ചിട്ടോ. ഇതാണ് നമ്മൾ ദിയ. ദിയക്കുട്ടിനെ കണ്ടു. ആൻഡ് വേറെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലവരിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കടലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊരിക്കുന്നുണ്ട്. എല്ലാ അമ്പലത്തിൽ പോകുന്ന കുറേ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇതൊന്നും മേടിക്കുന്നില്ല ഗൈസ്, ചുമ്മാ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ ഒരു സമയത്താണ് നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ കണിച്ചുകുളങ്ങര അമ്പലം ആര്യക്കുളം അമ്പലം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇഷ്ടമാവും. പിന്നെ കുറേ കുട്ടികളൊക്കെ ഇതേ വന്ന് കടല മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ നോക്ക്, ഈ കുട്ടികളിങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മയാണ് കേട്ടോ. ഞാനൊരു സ്ലേറ്റും പെൻസിലിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട് ഗൈസ്. ആ സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് മേടിച്ചു തരാത്ത അങ്ങനത്തെ കുറേ ഓർമ്മകളൊക്കെയാണ് സൃഷ്ടിക്കുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ദേ അച്ഛൻ്റെ തോളിലിരുന്ന് പോകുന്ന കുട്ടികളെയും ചിക്കരക്കുട്ടികളൊക്കെ കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാണുന്നതൊക്കെ. എന്ത് രസമുള്ളൊരു കാഴ്ചയാണല്ലേ. കാണുമ്പോൾ തന്നെ മനസ്സൊക്കെ നിറയും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ അമ്മയുടെ അവിടുത്തെ സ്കൂളിലെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊരു സൈഡ് വ്യൂ മാത്രമാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ടാവും. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചീത്ത പറയും. പക്ഷെ ചിക്കരക്കുട്ടികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ചീത്ത പറയില്ല കേട്ടോ. നമ്മൾ അവരോട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുട്ടികളോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ കൊപിക്കുന്നൊക്കെ ആയിരുന്നു. ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്ന സമയമാണ് കേട്ടോ. അമ്മ ദേ വേറൊരു കുട്ടീനെ പിടിച്ചിട്ടുണ്ട് കേസ്. അത് നമ്മുടെ സ്കൂളിൽ ഉള്ള കുട്ടികളായിരുന്നു കേട്ടോ. പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റേജ് ഷോ നടക്കുന്ന അങ്ങോട്ട് പോയിട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. അവിടെ നല്ല വൈബായിട്ട് ഫ്രണ്ട് വ്യൂ തന്നെ ഞാൻ പോയിരുന്നിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി സെറ്റായിരുന്നു കേട്ടോ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ പുറകിലുള്ള ജനങ്ങളെ കണ്ടു ഗൈസ്. ഇത്രത്തോളം ജനങ്ങളാണ് നമ്മുടെ ബാക്കിലിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫണ്ണായിരുന്നു. ഫ്രണ്ടിൽ ഇരുന്ന് ചിക്കരക്കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. താഴെ കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് സ്റ്റേജിൻ്റെ വണ്ടിക്ക് തന്നെ അവർ വിളിച്ച് കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കുറേ പേർക്ക് വന്നിട്ട് ഇതേ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ അവർ നോക്കുന്നില്ല ഗേസ്. അപ്പോൾ അവർക്കറിയില്ലല്ലോ ഞാനൊരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണെന്നുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല ഗേസ്. അവർ പറഞ്ഞു നേരെ അങ്ങോട്ടും അങ്ങോട്ട് പോയിട്ടോ. വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഞാൻ പോയി കുറേ നേരം നോക്കിയപ്പോൾ അങ്ങ് പോയി അങ്ങ് ദൂരെ എത്തിയിട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഡാൻസ് പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ പോയി ഡാൻസ് കളിച്ചാലോ എന്ന്. പിന്നെ അവർ സോങ് തീരുമോ, പോയി കഴിഞ്ഞാൽ നാണക്കേടല്ലേ. ഇത്രയും മുമ്പിൽ നാടൻ കണ്ടില്ലെന്ന് വരയ്ക്കുമ്പോൾ ഒരു ചമ്മലാണ്. ഇപ്പോഴും ചമ്മൽ അധികം മാറിയിട്ടില്ല കേസ്. അത് എന്ന് മാറുന്നു അന്ന് ഞാൻ രക്ഷപ്പെടും എന്നാണ് എൻ്റെ ഒരു മനസ്സിലെനിക്ക് തോന്നുന്നുള്ളത്. കണ്ടോ, പോയി അങ്ങ് ദൂരെ പോയിട്ടോ.
പക്ഷെ എനിക്ക് അവളായിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, പോയി സെൽഫി എടുക്ക് ശ്രീകുട്ടി, ഫോൺ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്തിരുന്ന ചേട്ടനാണെങ്കിൽ എന്തോ വലിയ ക്രൂരമായി നോക്കണ പോലെ എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ലാസ്റ്റ് ഞാനിതേ ഒരു ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ടോ. ഫോട്ടോ എടുക്കാൻ നിന്നൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. സെൽഫി എടുത്തിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ വഴി കണ്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയോട് ഒന്നും എടുത്തരോ ചോദിച്ച്. എൻ്റെ ഫോണിൽ ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഞാൻ ആ ചേച്ചിയുടെ ഫോണിൽ തന്നെ എടുത്തിട്ടോ. പിന്നീട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള ഫോട്ടോയാണ് ഗേസ് ഈ കാണുന്നത്. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതിനുശേഷം വേറെ ആളുകളൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. താലപ്പിലേക്കായിരുന്നു ഗേസ്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങളിപ്പോൾ നേരെ പോകാൻ പോണത് ഞങ്ങളുടെ വെയിറ്റ് നോക്കാനുള്ളതായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് വെയിറ്റും ഹൈറ്റൊക്കെ നോക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ടോ. അവിടെ പോയപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. ഗേസ് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് തോന്നത്തില്ലായിരുന്നു. എനിക്ക് 60 കിലോ ഉണ്ട് ഗേസ്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ 61. പക്ഷെ ഞാനും അമ്മയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മെലിഞ്ഞായിട്ട് തോന്നും. അങ്ങനെ ഹൈറ്റ് നോക്കി വെയിറ്റ് ഭയങ്കര കൂടുതലായിരുന്നു ഗേസ്. അതുകൊണ്ട് അതിൻ്റെ സങ്കടത്തിൽ ഞാനൊരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു ഗേസ്. എൻ്റെ അമ്മ തന്നെ എനിക്ക് മേടിച്ചു തന്നു. ഐസ്ക്രീം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് 7 വരിക്കൈത കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഈ ലൈഫിൽ ഇത് കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു. ആ ഏട്ടൻ നമുക്കിത് പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ. അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ. ഞങ്ങളതൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ടോർച്ചടിക്കമ്മ. ടോർച്ച് എടുക്കാൻ പറഞ്ഞപ്പോൾ നെറ്റ് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഓണാക്കിയ പോരാളിയാണ് എൻ്റെ അമ്മ. അത് എനിക്ക് എത്ര വരെ മുള്ളുണ്ടെന്ന് കണ്ടാ? കണ്ടാ 7 വരി കണ്ടാ? കണ്ടു കണ്ടാ? വീഡിയോ എടുക്കാം. അതാണ് എൻ്റെ എന്തെന്ന് പറഞ്ഞു. ഇതാണല്ലേ സംഭവം. കണ്ടാ? ഇപ്പൊ കണ്ടാ? വീഡിയോയിൽ കണ്ടാ? അല്ല അടിപൊളി. കണ്ടാ? അതങ്ങനെ എടുത്തു. 1 2 3 4 5 എനിക്കുന്ന എല്ലാം മൊത്തം അതെ. ഇത് അതിന്റെ ഐതിഹ്യം പറയുന്നുണ്ടായിരുന്നില്ല അവിടെ. എന്തോ ഒരു സ്ത്രീക്ക് വരാൻ പാലാതിരുന്നിട്ട് വന്ന് കൈത എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് കേറാത്ത. എന്താ പറയുക, നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇവിടുത്തെ ഇതൊന്നും അറിയില്ലല്ലോ. അത് കൊണ്ടുപോകേണ്ടതാണ്. എങ്ങനെ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഒറ്റ കൈ കെട്ടിയിട്ട് മനസ്സിലായ. അപ്പൊ ആ കാര്യം സാധിക്കും എന്നുള്ളതാണ് കെട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ ബൈ ബൈ. സീ യു. ലവ് യു. ടേക്ക് കെയർ.